അപ്പോൾ ഈ കൂന് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു എന്താ പറയുക ഒരു സംതിങ് ഹിഡൻ എന്നൊരു ഫീൽ വരുന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു ഹെഡിങ് അല്ലെങ്കിൽ ഭയങ്കര കണക്റ്റഡ് ആണോ സിനിമയും ആ ഒരു ടൈറ്റിലും? അതായത് നമ്മളൊരു ബേസിക്കലി എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രോജക്റ്റുകൾ ഞാൻ വരുന്ന സബ്ജക്റ്റുകളല്ല, ഞാൻ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റുകളിൽ ഈക്വൽ പ്രാധാന്യം വരും, സ്ത്രീക്കും പുരുഷനും ഈക്വലായിട്ട്. അത് വരുന്ന വെച്ചാൽ അതോ ആക്ച്വലി അങ്ങനെ വരുന്ന. അപ്പോൾ ഞാൻ ഈ കൊണ്ട് ടൈറ്റിൽ ഇറക്കിയപ്പോൾ ഫസ്റ്റ് ടൈറ്റിൽ ഇറക്കിയപ്പോൾ അത്യാവശ്യം ശ്രദ്ധ നൽകിയായിരുന്നു ആ സമയത്ത്. സിനിമ ഞാൻ പറയില്ല, ആ സമയത്ത് ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നായികയുടെ കാലുകൾ കാണിച്ചുകൊണ്ടൊരു ഫോട്ടോയാണ് നമ്മളാണ് ഇട്ട്. അപ്പോൾ അതിട്ടപ്പോൾ തന്നെ അപ്പോൾ ആരാണ് നായകൻ നായിക എന്നുള്ള സാധനം നമുക്ക് ഈ സബ്ജക്റ്റാണൊരു മുൻതൂക്കം നമ്മൾ കൊടുത്തത്. കാരണം സിനിമ എന്ന് പറഞ്ഞത് ഒരു കൂട്ടം എല്ലാ ടീമിൻ്റെ സൃഷ്ടിയാണ് അതെന്ന് വിശ്വസിക്കുന്ന കൂടുതലാണ്. ടീം വർക്കാണ്, മനസ്സിലായോ? എവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ. അതുപോലെ തന്നെ ടീം വർക്കിലുള്ള ഹെൽപ്പ് ഉണ്ടെങ്കിൽ എവിടെ പാളിച്ച പറ്റി അതിനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനതുകൊണ്ട് അങ്ങനെ ഒരു പ്രാധാന്യം കൊടുത്തു. മുഖം കാണിച്ചിട്ടല്ല സിനിമ ഇതാണ് അങ്ങനെ ടൈറ്റിൽ നമ്മൾ ഇറക്കിയത്. കൂണ എന്നുള്ളത്, കൂണ എന്നൊരു പറയുന്നത് ഇതിനകത്ത് സാധാരണ പറയുന്നത് മെയിൻ എലമെൻറ്റാണ്. കൊടായി മഷ്റൂം ഉണ്ട് വെച്ചാൽ അത് ഇതുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവരും ചോദിച്ചു മാജിക് മഷ്റൂമാണോ, അതല്ല ഇതിനെ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കുന്നതൊക്കെ നമ്മളതിനകത്ത് ഇതുണ്ട്. പിന്നെ ഈ സംഭവം ഒരു സ്ത്രീയെ സംബന്ധിച്ച് നമ്മൾ ഈ സ്ത്രീയുടെ ഇതിനകത്തുള്ള സർവൈവലുണ്ട്. അപ്പോൾ അതിനകത്ത് ആ സ്ത്രീയുടെ ഒരു ബുദ്ധിമുട്ട് അവസ്ഥയെ നമ്മൾ ഒരു സിംബോളിക്കലായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. വീർപ്പുമുട്ടിയ സാധനം മുളച്ചു വരുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സ് കാര്യങ്ങളാണ് അത് റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു സ്ക്രിപ്റ്റ് ബേസിലാണെങ്കിൽ പോലും അമല എനിക്ക് ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്ത് തന്നേക്കുന്നത്. പല ഡീറ്റെയിലിങ് പോലും പടത്തിലെ പല ഡീറ്റെയിലിങ് പോലും ആ രീതിയിലൊരു ഇതാണ്. ഇപ്പോൾ നമ്മളാണെങ്കിലും ലൈക്ക് പൊതുവേ നമ്മുടെ ഓഡിയൻസിന് മിസ്റ്ററി ത്രില്ലർ അങ്ങനത്തെ മൂവീസ് ഒക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഈ ഓരോ ജോണർ നോക്കുമ്പോഴും ആ ഒരു രീതിയിലോട്ട് വരുന്നതാണല്ലോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ലൈക്ക് എന്റർടൈൻമെന്റിന്റെ ടൈമാണ് ഇപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഒരു മിസ്റ്ററി. അതാണ് ഞങ്ങൾക്കൊരു ടെൻഷൻ. എന്റർടൈൻമെന്റ് ആൾക്കാരെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ജോണറാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മലയാള സിനിമ പണ്ട് അങ്ങനെ ആയിരുന്നു, ഇപ്പോൾ അത് തിരിച്ചു വരുന്നു. ഇടയ്ക്ക് നമ്മൾ ഈ റിയലിസ്റ്റിക് ആയിരുന്നു, അത് മാറിയിട്ട് ഇപ്പം വേറൊരു തലമായി. അപ്പോൾ നമ്മളിപ്പം ത്രില്ലറാണ്. ഈ ത്രില്ലർ ഈ സമയത്ത് ഇറങ്ങുന്നത് ഇത് ഞാൻ പറയില്ല, OTT ഫ്രെയിമിന് വേണ്ടി നമ്മൾ ചെയ്തൊരു പ്രോജക്റ്റ് ആയതുകൊണ്ടും ഇത് സാധാരണ അത് പ്രത്യേക ഓഡിയൻസിന് മാത്രമേ ഈ സാധനം ഇഷ്ടപ്പെടുള്ളൂ. കാരണം യൂത്തിന് ഇഷ്ടപ്പെടും, അവർ ഒരുപാട് പടങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. കാരണം യൂത്താണ് പടം കാണുന്നത്. പക്ഷേ ആ ഒരു ഇതിലാണ്. അപ്പം ഇതിൻ്റെ ഒരു നമ്മളൊരു സെക്കൻഡ് പാർട്ട് കൺസെപ്റ്റ് പോലും നമ്മളിതിനകത്ത് വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മളതിനെ പിക്ക് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം പ്രേക്ഷകൻ്റെ സ്വീകാര്യം നോക്കിയിട്ട് വേണം നമുക്കത് ചെയ്യാൻ. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ റിസൾട്ട്, കാരണം അതിന് സബ് ടൈറ്റിൽ നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത് ഒരു പാൻ ഇന്ത്യയിൽ ഇതെങ്ങനെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യണം എന്ന് ഓർത്തുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വിഷ്വൽ ഭാഷയായാലും. പ്രത്യേകിച്ച് ഇത് സിങ് സൗണ്ടായിരുന്നു ഷൂട്ട് ചെയ്തത്. അത് ജോയ് ജെയിൻ എന്ന് പറയുന്ന ആളാണ്, അദ്ദേഹമാണ് ഇതിൻ്റെ സിങ് സൗണ്ട് റെക്കോർഡിസ്റ്റൊക്കെ. പിന്നെ ബാക്കി സൗണ്ട് ഡിസൈൻ ചെയ്തേക്കുന്നത് പ്രശാന്ത് SP എന്ന് പറയുന്ന ചിത്രാഞ്ജലി വർക്ക് ചെയ്യുന്ന. അപ്പം നല്ല സൗണ്ട് സൈഡിലാണെങ്കിലും ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ അതിനുശേഷം എനിക്ക് ആർട്ടിസ്റ്റിനെ പറ്റിയാണ് പറയാനുള്ളത്.